24 സ്ത്രീയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 1 മണിക്കൂർ വാർത്താ പരിപാടിയാണിത്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ നിർമ്മിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി. ഇന്ന് ക്രിസ്മസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത്. അതിനു മുൻപായി ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമല യാത്ര മാറ്റിവെക്കാൻ പോലീസ് തിരിച്ചിറക്കിയ യുവതികൾക്ക് മേൽ സമ്മർദ്ദം. തിരക്ക് കണക്കിലെടുത്ത് യാത്ര മാറ്റിവെക്കണമെന്ന് പോലീസ്. സുരക്ഷയൊരുക്കിയില്ലെങ്കിൽ സമരമെന്ന് യുവതികൾ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ദർശനത്തിനായി നീണ്ട നിര. നിലയ്ക്കലിൽ ഗതാഗത കുരുക്ക്. ഉമ്മൻചാണ്ടിക്കെതിരെ തുറന്ന ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചു PJ കുര്യൻ. സൂര്യനെല്ലി കേസിൽ താൻ കുടുങ്ങണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു. തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാൻ ഉമ്മൻചാണ്ടി ഗൂഢാലോചന നടത്തിയെന്നും PJ കുര്യൻ 24-നോട്. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം ശക്തമാക്കാൻ നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ കുടുംബം. ക്രിസ്മസ് ദിനമായി ഇന്ന് പട്ടിണി സമരം. വീടിന്റെ പേരിലെടുത്ത വായ്പ താൻ തിരിച്ചടയ്ക്കുമെന്ന് സമരപ്പന്തലിൽ സുരേഷ് ഗോപിയുടെ വാഗ്ദാനം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും. മനസ്സിന്റെ സത്യസന്ധത കാത്തുസൂക്ഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. കൊലപാതകാഹ്വാനം നടത്തി കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി വെട്ടിൽ. പുറത്തായത് JDS നേതാവിന്റെ കൊലയാളികളെ കൊന്നുകളയണമെന്ന് നിർദ്ദേശം നൽകുന്ന ദൃശ്യങ്ങൾ. വൈകാരിക പ്രതികരണം മാത്രമാണെന്ന് കുമാരസ്വാമി. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ടാറ്റ സ്റ്റീൽ പ്ലാന്റിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി കർഷകർക്ക് നൽകാൻ പുതിയ കോൺഗ്രസ് മന്ത്രിസഭ. BJP സർക്കാർ ഏറ്റെടുത്ത 1764 ഹെക്ടർ ഭൂമി തിരികെ നൽകും. രൂപരേഖ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിൽ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയിലും പ്രത്യേക പ്രാർത്ഥനകളിലും വിശ്വാസികൾ പങ്കെടുത്തു. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും തിരുപ്പിറവി ആഘോഷങ്ങളും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയത്. മഞ്ഞു പെയ്തിറങ്ങിയ ഉത്സവരാവിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകുന്നതാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജനനം വാഴ്ത്തുന്ന മുഹൂർത്തം. ക്രിസ്മസ് ആഘോഷത്തിന് മുന്നോടിയായുള്ള 25 നോമ്പിന് ഇന്നലെ രാത്രിയോടെ പരിസമാപ്തിയായി. ഡിസംബർ പിറന്നതോടെ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ നേരത്തെ മെഴുതുറന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യദിനാഘോഷത്തിന് വർണ്ണശോഭ നൽകി. സ്നേഹവും സന്തോഷവും പകർന്ന് ക്രിസ്മസ് അപ്പൂപ്പന്മാർ തെരുവുകളിലും വീടുകളിലും സജീവമായി. ഇന്ന് ആഘോഷത്തിന്റെ പകലാണ്. സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്ന സ്നേഹവിരുന്നുകളുടെ ദിനം. പുതുവസ്ത്രമണിഞ്ഞ് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ദിനം. ന്യൂസ് ഡെസ്ക് 24. എല്ലാവരും ലളിത ജീവിതം നയിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. വികസിത രാജ്യങ്ങളോട് ആഡംബര ജീവിതം ഒഴിവാക്കാനും മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്തു. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ക്രിസ്മസ് ദിന ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ലോകത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കൂടുകയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ക്രിസ്തുമസ് ദിന സന്ദേശം ആരംഭിച്ചത്. സമൃദ്ധമായ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ദരിദ്രരെ മറക്കരുതെന്ന് വിശ്വാസികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. അത്യാഗ്രഹം വെടിയാനും അമിത ഭക്ഷണം ഒഴിവാക്കാനും ക്രിസ്തുമസ് സന്ദേശത്തിലൂടെ മാർപ്പാപ്പ നിർദ്ദേശിച്ചു. ഓരോ ക്രിസ്തുമസും പങ്കുവെക്കലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അഭയാർത്ഥികളോട് അനുകമ്പയോടെ പെരുമാറാൻ ജാഗ്രത കാണിക്കണമെന്നും മനസ്സിന്റെ സത്യസന്ധത കാത്തുസൂക്ഷിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ക്രിസ്തുമസ് വേളയിൽ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം നൽകിക്കൊണ്ടായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ. Nomine Patris et Filii et Spiritus Sancti. Amen. Pax vobis. ക്രിസ്തുമസ് ദിനത്തിലെ മാർപ്പാപ്പയുടെ പരമ്പരാഗത സന്ദേശമായ ഉർബി ആൻഡ് ഓർബി സെന്റ് പീറ്റേഴ്സിൽ നിന്ന് ഇന്നുണ്ടാകും. റോമൻ കത്തോലിക്ക സഭയുടെ തലവനായ ശേഷമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 6ാമത്തെ ക്രിസ്തുമസാണ് ഇന്ന്. ന്യൂസ് ഡെസ്ക് 24. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി തിരുവനന്തപുരത്തെ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകൾ നടന്നു. തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി ആയിരങ്ങളാണ് ദേവാലയങ്ങളിൽ ഒത്തുചേർന്നത്. കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ദേവാലയത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ തിരുപ്പിറവി കർമ്മങ്ങൾ നടന്നു. വടക്കൻ കേരളത്തിൽ ക്രിസ്മസ് ആഘോഷപൂർവ്വം നടന്നു. മാഹി സെയിന്റ് തെരേസാസ് ഷൈൻ ചർച്ചിൽ നടന്ന ആഘോഷരാവിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മൾ റിപ്പോർട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകമായി കർത്താവിൻ്റെ മണവാട്ടിമാർ എന്ന പേരിൽ ദൈവത്തിനു വേണ്ടി സ്വജീവൻ ഒഴിഞ്ഞുവെച്ച ഏതാനും കന്യാസ്ത്രീകളാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. ഒപ്പം ടെലിഫോണിലും ചിലരുണ്ടാകും. അവർ സ്വന്തം ജീവിതം കൊണ്ട് സ്വയം അടയാളപ്പെടുത്തുന്നവരാണ്. ലോകത്തിനാകെ സ്നേഹം പകരുന്ന മാലാഖമാരാണ് കന്യാസ്ത്രീകൾ. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം. കർത്താവിന്റെ മണവാട്ടികൾ എന്നറിയപ്പെടുന്ന കന്യാസ്ത്രീകൾ സ്വന്തം ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചവരാണ്. അശരണരുടെയും അരികു ചേർക്കപ്പെട്ടവരുടെയും ആശ്രയമായ അവർ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് സഹജീവികൾക്കു വേണ്ടിയാണ്. ഇരഞ്ഞൊരിടമാണ് നാം ജീവിക്കുന്ന ലോകമെന്ന് അവർ സദാ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. അതിന് ഉദാഹരണമായി മദർ തെരേസ മുതലിങ്ങോട്ട് ഒട്ടേറെ പേർ നമ്മുടെ സ്മൃതി പദങ്ങളിലുണ്ട്. ജീവിക്കുക എന്നതിനർത്ഥം സ്വയം സമർപ്പിക്കുക എന്നാണെന്ന് മനോഹരമായ മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി കടന്നു പോകവേ അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 24 സ്ത്രീ. ഇപ്പോൾ ഇത്തരത്തിൽ അഗതികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഏതാനും കന്യാസ്ത്രീകളാണ് വിവിധ സ്റ്റുഡിയോകളിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. കോട്ടയത്ത് ഇപ്പോൾ കോട്ടയം BCM കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച സിസ്റ്റർ കരുണ തത്സമയമുണ്ട്. വിസിറ്റേഷൻ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലാണ്. ഒപ്പം കാന്തല്ലൂർ ട്രൈബൽ സെന്ററുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. ആദ്യം സിസ്റ്ററിലേക്ക് പോകാം. സിസ്റ്റർ ഒരു അധ്യാപികയായിരുന്നു. ഏറെക്കാലം കോളേജിൽ പഠിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുത്തു. അന്നും ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴും അത് തുടർന്നു വരികയാണ്. ആദ്യം എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ആകണം എന്നൊക്കെയുള്ളത് ചെറുപ്പം മുതലേ ഉണ്ടായ ആഗ്രഹമാണോ? ജീവിതം ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കണം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായത് എങ്ങനെയാണ്? എൻ്റെ കുടുംബം എന്നുള്ളത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും എൻ്റെ കുടുംബത്തിൽ മുടങ്ങാതെ നടത്തിയിരുന്ന പ്രാർത്ഥനകൾ, ഒരിക്കലും മുടങ്ങാതെ ചൊല്ലിയിരുന്ന കൊന്ത, ഇതൊക്കെ എൻ്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളിയുടെ ആഴം കൂട്ടി. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുന്നതിനിടയായി. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. അന്നു മുതൽ എൻ്റെ ഇളം മനസ്സിൽ തോന്നിയിരുന്ന ചിന്തകൾ ശക്തമാക്കുവാനായിട്ട് ഈ പുസ്തകം വായിച്ചതെനിക്ക് ഏറെ പ്രേരണ നൽകിയ ഒന്നാണ്.
അതെ, അത്തരത്തിലേക്ക് അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ അത് സ്വയം അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം അധ്യാപികയായി ഏറെക്കാലം പ്രവർത്തിക്കുന്നു, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിനിടയിലൊക്കെയുള്ള ഈ സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ആരോരുമില്ലാത്തവർക്കായി പ്രവർത്തിക്കണം, അങ്ങനെയൊക്കെയുള്ള തോന്നൽ ഉണ്ടായത് എങ്ങനെയാണ്? നാം ഇന്ന് ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആണ്. യേശുനാഥൻ്റെ പിറവി തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് അശരണർക്കും ആലംബഹീനർക്കും അത്താണിയാകുവാനായിട്ടാണ്. തന്നിൽ നിന്നും പാപം മൂലം അകന്നുപോയ ഒരു ജനത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ അവരോട് കൂടി കൂട്ടുകൂടിയേ പറ്റൂ. ആ ഒരു വലിയ രക്ഷകൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക പാവങ്ങളോടും അവഗണിക്കപ്പെട്ടവരോടുമൊക്കെ ഒത്തുചേർന്നുള്ള ജീവിതം നയിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇവരെയൊക്കെ എങ്ങനെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അങ്ങനെ യേശുനാഥൻ പിറന്നപ്പോൾ മാലാഖമാർ പാടിയ ഗാനമുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. അങ്ങനെ ദൈവത്തിന് മഹത്വവും ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനവും ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ സാമൂഹികമായ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. എന്ത് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാലും അതെല്ലാം ദൈവത്തിൻ്റെ ഛായയിലും പ്രതിരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായും സിസ്റ്ററിൻ്റെ ആ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. അതെന്താണ് എന്നൊക്കെയുള്ളത് ഞാൻ സിസ്റ്ററിനോട് ചോദിക്കാം. നമുക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കോഴിക്കോട്ട് നിന്ന് സിസ്റ്റർ ശോഭ കഴിഞ്ഞ 12 വർഷമായി ഒരു സ്ഥാപനം നടത്തുകയാണ്. അശരണർക്കായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹോം ഓഫ് ലവ് എന്നാണ് പേര്. അതൊരു ആരോരുമില്ലാത്തവർക്ക് തുണയായി ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ ശോഭ, എങ്ങനെയാണ്, ആദ്യം തന്നെ ഞാൻ സിസ്റ്റർ കരുണയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു, പിന്നീട് ആരോരുമില്ലാത്തവർക്കായി ജീവിതം സമർപ്പിക്കണമെന്ന തോന്നലുണ്ടാകുന്നു, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു. അങ്ങനെയൊക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാതയിലേക്ക് ജീവിതം പോകണമെന്ന് ആഗ്രഹിച്ചത്? എനിക്ക് സത്യം പറഞ്ഞാൽ സിസ്റ്റർ ആകണം എന്ന് ആദ്യമൊന്നും തോന്നിയിരുന്നില്ല. പിന്നീട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ആൻറ്റിയുണ്ട്. എൻ്റെ ആൻറ്റി ഞാനായിരിക്കുന്ന ക്രിസ്തുദാസി സമൂഹത്തിലെ അംഗം തന്നെയായിരുന്നു സിസ്റ്റർ റീത്താമ്മ. ആൻറ്റി വീടുകളിൽ വരികയും ഞങ്ങളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ പാവങ്ങളോടും അശരണരോടുമുള്ള ആ സ്നേഹവും വാത്സല്യവും ഒക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ പാത പിന്തുടരണം എന്നെനിക്ക് വലിയൊരാഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ക്രിസ്തുദാസി സമൂഹത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് മാർ ജേക്കബ് തൂങ്കുഴി ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയിലെ എമിരിറ്റസ് ആർച്ച് ബിഷപ്പാണ്. പിതാവാണ് ഞങ്ങളുടെ ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ സ്ഥാപകൻ. പിതാവിൻ്റെ ആ വിളി അതാണ് എന്നെ ക്രിസ്തുദാസി സമൂഹത്തിൽ ഒരംഗമായി തീരാനും അതുപോലെ തന്നെ ഇന്ന് ഈ അവസ്ഥയിൽ അശരണർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ചിലവഴിക്കുന്നതിനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയതും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുകയാണ്. അത് വലിയ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാപനമാണ്. ഒരുപക്ഷെ തെരുവിൽ അലഞ്ഞ് നടക്കുന്നവരെയൊക്കെ ഇങ്ങോട്ടേക്ക് കണ്ടെത്തി കൊണ്ടുവരുന്നത് മുതൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുതലാണോ സിസ്റ്ററിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത്? അതെ, തീർച്ചയായും അതെ. ഞങ്ങൾ ഇപ്പോൾ ഈ ഹോം ഓഫ് ലവ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 13 വർഷങ്ങൾ പിന്നിട്ടു. ഈ 13 വർഷത്തിനിടയ്ക്ക് ഏകദേശം 600 പേർക്ക് ഞങ്ങൾക്ക് സംരക്ഷണം നൽകാനായിട്ട്, അഭയം നൽകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ തീർത്തും വയ്യാത്തവരും മുറിവേറ്റവരും അശരണരും പിന്നെ മുറിവുകളൊക്കെ പഴുത്തൊഴിച്ച് പുഴു അരിക്കുന്നവരും റോഡുകളിലും വഴിയോരങ്ങളിലുമൊക്കെ കിടക്കുന്നവരുമായിട്ടുള്ള രോഗികളെ ഒന്നല്ലെങ്കിൽ പോലീസുകാർ കൊണ്ടുവരും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോയി കണ്ട് അവരെ എടുത്തുകൊണ്ടുവരും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊണ്ടിടുന്നവർ, ഹോസ്പിറ്റലുകളിൽ കൊണ്ടിടുന്നവർ ഞങ്ങൾ പോയി കണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെയുള്ളവർ ഒരു 90ഓളം പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെ സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്.
ഞങ്ങളിവിടെ ഒത്തിരി 14 സിസ്റ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. 14 പേരും ഇവർക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ച് ഒത്തിരി സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സമൂഹം ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്, ഈ സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സിസ്റ്റർക്ക് ഇങ്ങനെ ഈ ആലംബഹീനർക്ക് വേണ്ടി ആയിരിക്കണം ഇനി എൻ്റെ തുടർന്നുള്ള ജീവിതം അങ്ങനെ തോന്നിയത്? എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സംഭവം അങ്ങനെ എടുത്തു പറയാനുണ്ടോ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം നൽകുന്നത് ശരിക്കും ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ്. ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒരു ആൾക്ക് അഭയമേകുക, ആരുമില്ലാത്തവർക്കൊരു തണലാകുക, അവർക്ക് സന്തോഷം നൽകുക, സ്നേഹം നൽകുക, അതോടൊപ്പം അവരെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗീയമായ ഒരു അനുഭവമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത അത് ദൈവം ഞങ്ങൾക്ക് അനുവദിക്കുന്നത് കൊണ്ടാണ്. ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. അത് വലിയൊരു നിറവാണ്. അപ്പോൾ അതിനൊരു സംഭവമായിട്ട് എനിക്ക് എടുത്തു പറയാനില്ല. കാരണം ആദ്യം മുതൽ തുടക്കം മുതലേ ഈ പാവങ്ങളോട് ഒത്തിരി പേരെ നമ്മൾ കാണുകയും അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ട് അവരെ സഹായിക്കാനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു സംഭവമായിട്ട് എനിക്ക് മുന്നോട്ട് വയ്ക്കാനില്ല. ഒത്തിരിയേറെ സംഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ആർക്കും വേണ്ടാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ്. നമ്മൾ പല മനുഷ്യരെയും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിച്ചെറിയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ശരിക്കും വീടുകളുടെ പുറത്തോട്ട് വരെ വലിച്ചെറിഞ്ഞിട്ട് പുഴുവരിച്ച് വരെ വന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ശരിക്കും വളരെ ദയനീയമായൊരു ദൃശ്യമാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള ദൃശ്യം ഒന്നായിട്ട് ഞങ്ങൾക്ക് ഏറ്റു പറയാൻ സാധിക്കില്ല. ഒത്തിരിയേറെ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ദൈവം ഞങ്ങളുടെ കൈകൾക്ക് ശക്തി തരുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതാണ് ഞാൻ സിസ്റ്ററിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ മറ്റൊരു സിസ്റ്റർ ജൂലിയറ്റ് കഫർനാം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എറണാകുളം പച്ചാളത്ത് കഴിഞ്ഞ 15 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 200ഓളം അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സിസ്റ്ററിലേക്ക് നേരിട്ട് പോയി കാര്യങ്ങൾ ചോദിച്ച് അറിയാം. സിസ്റ്റർ ജൂലിയറ്റ്, സിസ്റ്റർ യഥാർത്ഥത്തിൽ ഈ കഫർനാം എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് സിസ്റ്റർ ഇതിനു മുൻപ് ഒരു ഗുരുതരമായ രോഗം ബാധിച്ചിരുന്നു, നട്ടലിന് ക്ഷതമേറ്റ ഒരാളാണ്. അതിനുശേഷം ഒരു ചെവിയുടെ കേൾവിശക്തി പോയി, പിന്നീട് ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതെല്ലാം തരണം ചെയ്തിട്ടാണ് ഇത്ര വലിയൊരു കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നിയത്? ജീവിതം ഈ രീതിയിലായിരിക്കണം എന്ന് തോന്നാനുണ്ടായ കാര്യം, പ്രചോദനം, അതൊക്കെ എന്തായിരുന്നു? ഞാൻ കർമ്മലീത്ത സഭാംഗമായിരുന്നു. അവിടെ വെച്ച് എനിക്ക് അസുഖം വന്നപ്പോൾ എന്നെ വീട്ടുകാരെ ഏൽപ്പിച്ചു. മഠത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടുകാർ എന്നെ ഒത്തിരി സ്നേഹത്തോടെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും എന്നെ അവർ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മഠത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ സമൂഹം, കുടുംബം ഇവരെല്ലാം തിരിച്ച് നമ്മളെ അതേ സ്നേഹത്തോടെ സ്വീകരിക്കുക എന്നത് എനിക്ക് വളരെ ഒരു അത്ഭുതമായിരുന്നു. ഒത്തിരി കുടുംബങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവരുടെ പരിചരണം എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ആരൊക്കെയോ ഉണ്ട്. സ്വന്തക്കാരുണ്ട്, ബന്ധക്കാരുണ്ട്, അഡ്രസ്സുണ്ട്. ഞാൻ ഒരു ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്, സുബോധമുണ്ട്. എനിക്ക് അസുഖം മൂലം ഒരു വശം സ്വാധീനക്കുറവ് വന്നെങ്കിലും കേൾവി നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ചിന്തിച്ചത് എനിക്ക് എന്തുണ്ട് എന്നതിലേക്കാണ്. അപ്പോൾ എനിക്കൊരു വശമുണ്ട്, ഒരു ചെവി കേൾക്കാം, നടക്കാം, കാണാം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് എന്തുണ്ട് എന്നതിലേക്ക് തിരിഞ്ഞു നോക്കുവാനും അതേ തുടർന്ന് ആരുമില്ലാത്തവരിലേക്ക്, കാരണം അഡ്രസ്സോ പേരോ ഇല്ല, എവിടെ നിന്ന് വന്നു എന്നറിയില്ല, ഏത് കുടുംബത്തിലാണെന്നറിയില്ല, ഏത് നാട്ടുകാരനാണെന്നറിയില്ല, ഏത് ഭാഷയാണെന്നറിയില്ല, ഒന്നും അറിയില്ലാത്ത ആളുകളെ എടുത്ത് പരിചരിക്കണമെന്നൊരു പ്രചോദനം എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്.
അത് വളരെ വളരെ നമ്മൾ അത് ഹൃദയഭേദകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് കടുത്ത യാതനകളിലൂടെ കടന്നു പോയതിന് ശേഷം ആണ് സിസ്റ്റർ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയതും അത് തീർച്ചയായും സമൂഹത്തിന് തന്നെ മാതൃകയായ ഒരു കാര്യവുമാണ്. സിസ്റ്ററിലേക്ക് ഞാൻ എത്താം. സിസ്റ്റർ കരുണയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. സിസ്റ്റർ കരുണ, ഇപ്പോൾ ആ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമെന്ന് തോന്നുന്നു. കാന്തല്ലൂരിൽ എനിക്ക് തോന്നുന്നത് കുറേ കുട്ടികളെ ഒരു കോളനി അപ്പാടെ ദത്തെടുക്കുകയും ഒട്ടേറെ കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ചികിത്സാ ചെലവും അടക്കമുള്ളത് ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അതാണ് മുഖ്യമായും സിസ്റ്ററുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന കാലഘട്ടത്തിൽ ആണ് കാന്തല്ലൂരിൽ ഇങ്ങനെ ഒരു ട്രൈബൽ ഏരിയ ഞങ്ങൾ കോളേജ് ദത്തെടുക്കുന്നത്. കയ്യിൽ ഒന്നും ഉണ്ടായതുകൊണ്ട് ഏറ്റെടുത്തതല്ല. ഈ 40 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, അവരുടെ ഹെൽത്ത് വൈസ് കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ ചെറിയ തുടക്കം ദൈവം അത് വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതോടൊപ്പം അവിടുത്തെ കുട്ടികളുടെ കുടുംബങ്ങളുടെ എല്ലാം ആരോഗ്യപരമായും മറ്റ് സാമൂഹികപരമായിട്ടുമുള്ള എല്ലാ ആവശ്യങ്ങളും ഇന്ന് പൂർണ്ണമായും നിറവേറ്റുവാനായിട്ട് ഞാൻ പോകുന്നതിന് ശേഷവും കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ SVM സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി സേവനം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ കുടുംബങ്ങളുടെ ശാക്തീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മളുടെ കുടുംബങ്ങൾ വളരെയേറെ കൗൺസിലിംഗ് സെൻറ്ററുകൾ, ഇവിടെയൊക്കെ വരുന്ന മക്കൾക്ക് അവർ മാനസികമായിട്ട് സന്തുലിതാവസ്ഥയിലേക്ക് വരുമ്പോൾ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും എംപവേർഡ് ആയിട്ടുള്ള മക്കളെ സമൂഹത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളത്, വിദ്യാഭ്യാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ലക്ഷ്യവും കൂടി ഇന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പം കാന്തല്ലൂരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് ഒപ്പം തന്നെ ചേർത്ത് നിർത്തി പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബ ശാക്തീകരണ പ്രവർത്തനങ്ങൾ. ഇവിടെ എല്ലാ ആൾക്കാരും വന്നു ചേരുന്നുണ്ട്. കുഞ്ഞുമക്കൾ, പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, രോഗം ബാധിച്ചവർ, മാനസികമായ സംഘർഷത്തിൽ ആയിരിക്കുന്നവർ, വൃദ്ധജനങ്ങൾ, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ അവൻ സമൂഹത്തിന് പ്രാപ്തിയുള്ളവനാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ ഇടപെടൽ വളരെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നു. ഇതിന് ചെയ്യുവാനായിട്ടുള്ള ബലം ഞങ്ങൾക്ക് ലഭിക്കുന്നത് അനുദിനമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നന്മ നിറഞ്ഞ ഒരു മനസ്സോടുകൂടി ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾക്ക് ഇടയാകുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ ഏറ്റവും ഫലദായകമാകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സന്തോഷവും സംതൃപ്തിയും മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് വളരെ വിലപ്പെട്ട ഒരു സന്ദേശം കൂടിയാണ് സിസ്റ്റർ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. സ്ത്രീ ശാക്തീകരണം അത് എങ്ങനെയാണ് സമൂഹത്തെ മൊത്തത്തിൽ നന്നാക്കുന്നത് എന്നുള്ളത് കൂടി, അതിൻ്റെ കൂടി സന്ദേശം സിസ്റ്റർ പകർന്നു നൽകുകയുണ്ടായി. അത്തരം പ്രവർത്തനങ്ങളാണ് സിസ്റ്ററുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. അത് തീർച്ചയായും 24 സ്ത്രീക്കും അഭിമാനാർഹം തന്നെയാണ്. വളരെ നന്ദി സിസ്റ്റർ കരുണ, ഇത്രയധികം സമയം നമ്മൾക്കൊപ്പം ചെലവഴിച്ചതിന്. ഇപ്പോൾ സിസ്റ്റർ ലൂസി വയനാട് മാനന്തവാടി രൂപതയിലെ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ടെലിഫോണിൽ നമുക്കൊപ്പമുണ്ട്. 23 വർഷമായി സിസ്റ്റർ ലൂസി കണക്ക് പഠിപ്പിക്കുകയാണ്. ഇതിനിടയിൽ പുസ്തകരചന നടത്തിയിട്ടുണ്ട്. അതും ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുന്നു. ഭക്തിഗാനങ്ങളുടെ ഒരു CD പുറത്തിറക്കി. ഇതിലെ ഗാനരചന സിസ്റ്ററുടേതായിരുന്നു, പക്ഷേ സംഗീതം മറ്റൊരു പെൺകുട്ടി. അങ്ങനെ ഒരു സ്ത്രീ കൂട്ടായ്മയായിരുന്നു ആ CD. ഇത്തരത്തിൽ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നു, അധ്യാപനം നടത്തുന്നു. ടീച്ചർക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ടീച്ചറിന്റെ ജീവിതത്തിലൂടെ ടീച്ചർ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? അനൂജ, താങ്ക് യു എന്നെ വിളിച്ചതിന് ആദ്യമായിട്ട്. ക്രിസ്മസ് ദിനത്തിന്റെ ആശംസകൾ ആദ്യമായിട്ട് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നേരുന്നു. ഒരു പുണ്യ പിറവിയാണ്, ഒരു പുണ്യ ജനനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയൊരു നന്മ ലോകം മുഴുവനിലുമുള്ള എല്ലാവരിലേക്കും ആശംസിക്കുന്നു.
ഇന്ന് എനിക്ക് നമ്മളോട് പറയാനുള്ളത് സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് ഇന്ന് ഊന്നി പറയാൻ എനിക്ക് മനസ്സിൽ തോന്നിയതിന്റെ കാരണം, ഇന്ന് ഒരു പുണ്യജന്മത്തിന് ഇടയായത് ഒരു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിലൂടെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് ആ ഉദരത്തിലേക്ക് ഗർഭസ്ഥ ശിശു വന്നത് വളരെ അത്ഭുതകരമായിട്ടാണ്, മാനുഷികമായിട്ടല്ല എന്നാണ് ബൈബിളിലൂടെ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ആ അത്ഭുതകരമായിട്ട് ഒരു ശിശു ജനിക്കുന്നു, ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് മാനുഷികമായ രീതിയിൽ പരിശുദ്ധ കന്യകാമറിയം അന്വേഷിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഭിച്ച വ്യക്തമായ മറുപടി ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മറുപടി സ്വീകരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു, ഒരു ദൈവപുത്രന്, ലോകരക്ഷകന് ജന്മം കൊടുത്തു. അതിനാൽ സ്ത്രീ അവിടെ മഹത്വപ്പെടുകയാണ്, ബഹുമാനിക്കപ്പെടുകയാണ്. യേശുക്രിസ്തു എന്ന് വരെ യുഗാന്ത്യത്തോളം നിലനിൽക്കുന്ന അത്രയും കാലം യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം അറിയപ്പെടുന്നു. ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നോക്കുവാണെങ്കിൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ സ്ത്രീകൾ കൂടുതൽ ബഹുമാനിക്കപ്പെടണം എന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ബഹുമാനം കുറവ് എന്ന് ഞാൻ പറയുന്നില്ല. ഏതൊരു സ്ത്രീ എടുത്തു നോക്കിയ ഒരു സ്ത്രീയുടെ ഉദരം ഒരു വലിയ ജന്മത്തിന്, ഒരു പുണ്യജന്മത്തിന് ഇടം നൽകുന്ന ഒരു ഗർഭപാത്രം പരിശുദ്ധ സ്ഥലമായി മാറുകയാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരിശുദ്ധ സ്ഥലമാണ്, ഒരു വിശുദ്ധിയുടെ നിറകൂടമാണ് ഓരോ സ്ത്രീയുടെയും ഗർഭപാത്രം. അതിനാൽ തന്നെ ആ ഒരു ജന്മം നൽകുന്നതിനാൽ തന്നെ ആ സ്ത്രീ എത്രമാത്രം ബഹുമാനിക്കപ്പെടണം എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് ഇപ്പോൾ നിലവിലിരിക്കുന്ന സംസ്കാരം, നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പല മതങ്ങളുടെയും ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സ്ത്രീ കുറെ അധികം ഒതുങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെയുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു സങ്കല്പത്തിലാണ് ഇപ്പം നമ്മൾ പോകുന്നത്. എൻ്റെ മനസ്സിലെ ആഗ്രഹം സ്ത്രീകൾക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം വേണം, വിനയവും വിധേയത്വവും ഒക്കെ വേണം. കാരണം സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. എന്നാൽ പോലും കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യത്തോടെ, ഇപ്പൊ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിക്കുവാണെങ്കിൽ, ഒരു സ്ത്രീ ഒരു നല്ലൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ അവളുടെ ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ഒരു അത്യാവശ്യത്തെ പ്രതി പെട്ടെന്ന് ഒരു പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ചുറ്റിലും സുരക്ഷിതത്വ കൂട്ടായ്മ ഇല്ലെങ്കിൽ അവൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ അവൾ ആക്രമിക്കപ്പെടും, അവളുടെ ശരീരം ആക്രമിക്കപ്പെടും, അവളുടെ വിശുദ്ധി നഷ്ടമാകുന്ന ഒരു കാമം പൂണ്ട ഒരു ചുറ്റുപാട്. പ്രധാനമാണ് ഒരു സ്ത്രീ, അവളുടെ അവകാശങ്ങൾ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിസ്റ്ററിലേക്ക് എത്താം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സിസ്റ്റർ ജെസ്മി തത്സമയമുണ്ട്. സിസ്റ്റർ ജെസ്മി, ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ട ആ സിസ്റ്റർമാരുടെ ഇടയിൽ നിന്നൊരല്പം വിഭിന്നയാണ് സിസ്റ്റർ ജെസ്മി എന്ന് പറയേണ്ടി വരും. ആ ചട്ടക്കൂടുകളിൽ നിന്നെല്ലാം സ്വയം പിൻവാങ്ങി ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കന്യാസ്ത്രീ ആകണം എന്നൊക്കെയുള്ളത്, അത് അത്തരത്തിൽ പണ്ട് മുതലേ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു? അത്തരത്തിലേക്കാണോ അങ്ങനെ ഇറങ്ങിയതും? ഞാൻ ജനിച്ച നാൾ മുതൽ ഈശോയായിരുന്നു എൻ്റെ ഏക കൂട്ടുകാരൻ. അത് അവിടെ എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിലൂടെയും പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ പഠിപ്പിക്കൽ, അങ്ങനെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ ഈശോയെ എൻ്റെ കൂട്ടുകാരനായി കണ്ടെത്തി. ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എന്നും ഫസ്റ്റ് ആവുകയും എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ എന്നെ വളരെ സ്നേഹമായിരുന്നു. ഒരുപാട് സ്നേഹിതർ എന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു കൂട്ടുകാരനേ ഉള്ളൂ, അത് ഈശോ. അപ്പോൾ വളർന്നു വരുമ്പോഴും എന്നോട് കൂടെ എൻ്റെ മനസ്സിൽ ഈശോയും വളർന്നു വന്നു. അപ്പോൾ എനിക്ക് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ഈശോയുടെ കൂടെ ജീവിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ധ്യാനം കൂടിയപ്പോൾ ഈശോ എന്നോട് നേരിട്ട് ചോദിച്ചൊരു ചോദ്യം, നിൻ്റെ മുഴുവൻ ഹൃദയവും എനിക്ക് തരുമോ എന്ന്. അപ്പോൾ വിവാഹം കഴിച്ചാൽ അത് പങ്കുവയ്ക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ വളരെയേറെ കുറേ പ്രതിസന്ധികളിലൂടെ തന്നെ കുറേ ചോദ്യങ്ങളൊക്കെ ഈശോയോട് ചോദിച്ച്, നീ ശക്തി തരുമെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയവും തരാം എന്നൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ ഈശോയുടെ മണവാട്ടിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആ ഒരു ജീവിതം ജീവിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് സന്യാസം.
സന്യാസം സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായി ഈശോയുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ സന്യാസം കൈവരിച്ചു. അപ്പോഴും എനിക്ക് ഏകദേശം 17 വയസ്സേ ഉള്ളൂ. അതിനുശേഷം അവർ തുടർന്ന് പഠിക്കാൻ പറഞ്ഞു. പഠിച്ചു, BA കഴിഞ്ഞു, MA കഴിഞ്ഞു. പിന്നെ അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് ആസ്പിറൻസിയിൽ നിന്ന് പോസ്റ്റൻസിയിലേക്ക് അങ്ങനെ ഞാൻ കയറി. പിന്നെ ഞാൻ ജൂനിയർ സിസ്റ്ററായി. അതിനുശേഷം പിന്നീട് ഞാൻ നിത്യവ്രതം ചെയ്ത് സീനിയർ സിസ്റ്ററായി. അപ്പോൾ ഈശോയുടെ മണവാട്ടിയായി മരണം വരെ കഴിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായത് മഠത്തിനുള്ളിൽ ഒരു സന്യാസിനിയായി തന്നെ. എന്നോട് വനിതാ മാഗസിനിലുള്ളവർ ഒരു ചോദ്യം ചോദിച്ചു, അടുത്ത ജന്മത്തിൽ ആരാകാനാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു, അടുത്ത ജന്മത്തിലും ഒരു കന്യാസ്ത്രീയാകാൻ അല്ലെങ്കിൽ ഒരു സന്യാസിനിയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇതൊക്കെ അച്ചടിച്ച് വന്ന് എൻ്റെ സ്റ്റുഡൻസ് വരെ അതൊക്കെ വായിച്ചതിന് ശേഷമാണ് പിന്നീട് എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഞാൻ അവസാന കാലഘട്ടത്തിൽ ഈശോയോട് തന്നെ ചോദിച്ചു, ഈശോയെ, ഞാൻ ഈ സന്യാസ ഭവനത്തിൽ തന്നെ തുടരണമോ? എന്താണ് നിൻ്റെ ഇഷ്ടം? നീ പറയുന്നത് ഞാൻ അനുസരിക്കും. അങ്ങനെ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥനകൾ ഉണ്ട്. ഇത് ഒറ്റ പ്രാർത്ഥന ഞാൻ ഉരുവിടാതെ ഈശോയുടെ സ്വരം ശ്രവിച്ച് കാത്തിരുന്നപ്പോഴാണ് ഈശോ എന്നോട് പറഞ്ഞത്, 33 വർഷമായി എൻ്റെ ജീവിത കാലഘട്ടം നീ ഉള്ളിൽ കഴിഞ്ഞു, ഇനി നീ പുറത്തിറങ്ങണം, ഇനി നിന്നെ ആവശ്യം പുറത്താണ്. അപ്പോൾ ഞാൻ ചുമരുകൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞാൻ എൻ്റെ യൂണിഫോം ഒക്കെ മാറ്റിവെച്ച് ഞാനിപ്പോൾ കളർ വസ്ത്രങ്ങളിടുന്നു. ഞാൻ സ്വതന്ത്രയായി അടച്ചുപൂട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ഒരു പള്ളി സ്കൂൾ എന്നുദ്ദേശിക്കുന്നത് ജ്ഞാനം പകരുന്നതാണ്, വിജ്ഞാനം കൊടുക്കൽ, അതൊരു ദീപം കൊളുത്തലാണ്. അപ്പോൾ അജ്ഞത നീങ്ങിയാൽ, മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അജ്ഞത നീങ്ങിയാൽ ഒരുപാട് തിന്മകളിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാനും പറ്റും, സ്വയം രക്ഷ നേടാനും പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ അല്ലെങ്കിൽ ആ വിശുദ്ധൻ പറഞ്ഞത്. അതും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പം ഞാനിപ്പോൾ വിജ്ഞാനത്തിൻ്റെ മേഖലയിലാണ്, ആ തട്ടകമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ സോഷ്യൽ സർവീസ് ചെയ്യാനായിട്ട് അന്തിക്കാട് ഒരു 12 സെൻറ്റ് സ്ഥലം വാങ്ങി സ്ത്രീകൾക്കൊരു അഭയകേന്ദ്രം ഒക്കെ തുടങ്ങാൻ ആരംഭിച്ചതാണ്. അവിടെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായി. ഒരു മുറി പണിയാൻ വന്ന കോൺട്രാക്ടറുമായി പ്രശ്നം വന്നത് കോടതി കേസായി. 2-2.5 വർഷം കേസ് നീണ്ടുപോയി. അപ്പോഴൊക്കെ ഈശോനോട് പറയുന്നതായി ഞാൻ മനസ്സിലാക്കി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് സാമൂഹ്യ സേവനമല്ല വെച്ചിരിക്കുന്നത്, നിനക്ക് വെച്ചിരിക്കുന്നത് ഇൻ്റലക്ച്വൽ സർവീസാണെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ വീണ്ടും ഒരു വയസ്സായവർക്ക് ഒരു വൃദ്ധമന്ദിരം തുടങ്ങാനൊരു ശ്രമം ഒന്ന് നടത്താൻ നോക്കിയപ്പോൾ അവിടെയും എനിക്ക് തടസ്സം നേരിട്ടു. അപ്പോഴൊക്കെ ഈശോ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നിന്നോട് പറഞ്ഞില്ലേ നിൻ്റെ തട്ടകം വിജ്ഞാന മണ്ഡലമാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ 10 വർഷമായി ഞാൻ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു, ഒരു പ്രിൻസിപ്പലായിരുന്നു. ഞാൻ വിളക്ക് കൊളുത്തുക തന്നെയായിരുന്നു കുട്ടികളുടെ ഹൃദയങ്ങളിൽ, യുവഹൃദയങ്ങളിൽ. പുറത്തിറങ്ങിയിട്ടും ഞാൻ ഇപ്പോൾ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ 10 വർഷങ്ങളായി ഞാൻ കേരളത്തിന് പുറത്ത് ജർമ്മനിയിൽ പോയി പ്രസംഗിച്ചു. അതിനുശേഷം കേരളത്തിലുടനീളം മുംബൈ, ഹൈദരാബാദ് ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ UGC സെമിനാറുകൾക്ക് പല യൂണിവേഴ്സിറ്റികളിൽ. അതാണ് എത്തരത്തിൽ പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനം ചെയ്യാം. അത് എത്തരത്തിലാണ് താൻ ചെയ്യുന്നത് എന്നാണ് ഈ മേഖലയിലെ വേറിട്ട ശബ്ദം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് സിസ്റ്റർ ജസ്മി നമ്മളോട് വിശദീകരിക്കുന്നത്. സിസ്റ്റർ തുടരണം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സിസ്റ്റർ ടെസ്ലിൻ നമുക്കൊപ്പമുണ്ട്. സിസ്റ്റർ ടെസ്ലിൻ കഴിഞ്ഞ ഏതാനും നാളുകളായി ട്രാൻസ്ജെൻഡറുകൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ആരും അത്രയധികം കണ്ടിട്ടില്ല അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നിയത്? ഞാനൊരു മിഷണറി ആയിരുന്നു. 18 വർഷം കല്യാണിലെ അഹമ്മദ് നഗർ ജൽഗാവിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയും കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു. അവരോട് സംസാരിക്കുകയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് വേണ്ടി അവരുടെ ഇടയിൽ സംസാരിച്ച് കൗൺസിലിങ്ങും പ്രാർത്ഥനയും ഒക്കെ നടത്താനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ സുപ്പീരിയേഴ്സുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ കേരളത്തിൽ അവർ കുറവാണ്, നമുക്ക് കാണാൻ സാധ്യത ഇല്ല എന്നാണ് ഞങ്ങളും വിചാരിച്ചത്. സുപ്പീരിയേഴ്സിനോട് പറഞ്ഞപ്പോഴും ഞങ്ങൾക്കിവിടെ കേരളത്തിലധികം കാണാൻ സാധിച്ചില്ല. ഒരിക്കൽ ഞങ്ങൾക്ക് മല്ലിക എന്ന ഒരു മിക്സ് മല്ലികയെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു. മല്ലിക പറഞ്ഞത് ഇങ്ങനെയാണ്, ട്രാൻസ്ജെൻഡറായ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് താമസിക്കാനും വാടക വീട്ടിൽ താമസിക്കാൻ പോലും ഞങ്ങൾക്ക്
ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, താമസിക്കാൻ ഒരിടം കിട്ടുന്നില്ല ഞങ്ങൾക്ക് യാത്ര ചെയ്യാനോ ഒന്ന് പുറത്തിറങ്ങാനോ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഈ ഷെയറിങ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഷെയറിങ് കേട്ടപ്പോൾ ഈ വിവരം ഞാൻ സുപ്പീരിയേഴ്സിനോട് പറയുകയും ഞങ്ങളുടെ സുപ്പീരിയർ പറഞ്ഞു അവർക്ക് താമസിക്കാൻ ഞങ്ങൾക്ക് തൃക്കാക്കരയിൽ ജ്യോതിസ് ഭവൻ ഉണ്ട്, അവിടെ താമസിക്കാനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആ ബിൽഡിങ് താമസിക്കാനായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷം മുമ്പ് അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് ജ്യോതിസ് ഭവൻ. അവിടെ ഏകദേശം 23 പേര് ട്രാൻസ്ജെൻഡേഴ്സ് താമസിച്ച് കടന്നുപോയി. പിന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മീറ്റിംഗ് വരുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ജ്യോതിസ് ഭവനിൽ താമസിച്ചിട്ടാണ് രാത്രിയിലും വെളുപ്പിനൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് തൊഴിൽ മേഖല കണ്ടെത്തി കൊടുക്കുക, സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം പലപ്പോഴും മടിച്ചു നിൽക്കുന്നു എന്ന നമ്മൾ റിപ്പോർട്ടുകളിലടക്കം കാണാറുണ്ടല്ലോ. ഇവരോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവം എന്താണ് എന്നത്. അപ്പോൾ അതടക്കം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളിയല്ലേ? അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളോടും ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരും മനുഷ്യരല്ലേ, അവർക്കും ജീവിക്കണ്ടേ. അവർക്കും നമ്മളെപ്പോലെ ട്രാൻസ്ജെൻഡർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അവർ സ്ത്രീയോ പുരുഷനോ ആയാലും 3rd ജെൻഡറായിട്ട് അവരെ പരിഗണിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ധർമ്മം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും. അതിനുവേണ്ടിയാണ് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് നോക്കിയപ്പോഴാണ് മെട്രോയിൽ ജോലി അവർക്ക് കിട്ടിയത്. മെട്രോ ജോലിക്ക് വേണ്ടി അവർ പോകുന്നുണ്ട്, മെട്രോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജ്യോതിസ് ഭവനിൽ താമസിക്കുന്നവർ, മെട്രോയിൽ ജോലി ചെയ്യുന്നവർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ടില്ല. പിന്നെയും അവർക്ക് ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുന്നുണ്ട്, തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്വയമായിട്ട് വീട് പണിത്, ലോൺ എടുത്ത് വീട് പണിതിട്ട് അത് വീട്ടാൻ പറ്റാതെ വന്നപ്പോൾ ബാങ്കിൽ കംപ്ലീറ്റ് ലോൺ അടച്ചു കൊടുത്ത് സ്വതന്ത്രമായിട്ട് വീട്ടിൽ സ്വയം ജീവിക്കാനുള്ള ഒരു ചാൻസും അവർക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവരുടെ വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവരുടെ പേരൻസിൻ്റെ വേദന മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരെക്കാൾ അധികം ഇവരുടെ പേരൻസ് എന്തുമാത്രം വേദനിക്കുന്നുണ്ട്. ഇവരെ ചെറുപ്പം മുതൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നവർ ചെറുപ്പം മുതൽ വേദനിച്ചും മുറിവേറ്റും വീട് വിട്ട് നാട് വിട്ട് ഇറങ്ങിയ മക്കളാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കൾ. അവർക്ക് താമസിക്കാനൊരിടം, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു അവസരം, ജീവിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. പഠിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്. രോഗം വന്നാൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടും ചെയ്യുന്നുണ്ട്, പഠിക്കാനായിട്ടും. പിന്നെ ഇവിടെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുൻപിലേക്ക് വരുന്നത് അവരെക്കുറിച്ചൊരു ഓർക്കുമ്പോൾ സെക്സ് വർക്കേഴ്സ് എന്നാണ്. അവരെ ഈ സെക്സ് വർക്കിന് വിടുന്നത് സമൂഹമല്ലേ, നമ്മളല്ലേ? ഇവരുപയോഗിക്കുന്നത് സാധാരണ ജനങ്ങളല്ലേ? എന്തുമാത്രം വേദനിച്ചും കരഞ്ഞും എല്ലാവരുടെയും മുൻപിൽ പോയി ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോഴല്ലേ അവർ കൈനീട്ടി മറ്റുള്ളവരുടെ വിളി കേട്ട് നിൽക്കാനായിട്ട് പോയി നിൽക്കുന്നത്. ഇവർക്ക് ശരിക്കും ജോലി ചെയ്ത് പുരുഷനെ പോലെയോ സ്ത്രീയെ പോലെ ജീവിക്കാൻ ഇവരെ മുന്നോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ പ്രയത്നിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളുടെ ഒരു ശബ്ദമായി തന്നെയാണ് സിസ്റ്റർ ടെസ്ലിൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ എത്താം സിസ്റ്ററിലേക്ക്. സിസ്റ്റർ ടീന അഡ്വക്കേറ്റ് കൂടിയാണ്, പ്രാക്ടീസ് ചെയ്യുകയാണ് എറണാകുളത്ത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സിസ്റ്റർ ടീന, ഞാൻ കേട്ടത് ബാർ കൗൺസിൽ സിസ്റ്റർ അന്ന് എൻറോൾമെൻറ്റ് നടത്താനായി ഇരുന്ന ആ ഘട്ടത്തിൽ ബാർ കൗൺസിൽ അത് തടയാൻ ശ്രമിച്ചുവെന്നാണ്. അവരുടെ വാദം സിസ്റ്റർഹുഡ് ഇറ്റ് സെൽഫ് ഈസ് എ പ്രൊഫഷൻ എന്നായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് താങ്കൾ നേടി.
അവർ സുപ്രീം കോടതിയിലേക്ക് പോയി അവിടെ നിന്നും അനുകൂല വിധി നേടിക്കൊണ്ട് എൻറോൾമെന്റ് നടത്തി അത്തരത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു ആൾ കൂടിയാണ് സിസ്റ്റർ ടീന. അതോടെ ഒരുപാട് പേർക്ക് എൻറോൾമെന്റ് നടത്താൻ പറ്റുകയും ചെയ്തു. അത്തരത്തിൽ നിങ്ങളുടെ വിഭാഗത്തിൽ LLB ഒക്കെ പൂർത്തിയാക്കി പക്ഷേ എൻറോൾ ചെയ്യാൻ കഴിയാതിരുന്ന ഒരുപാട് പേർക്ക് സിസ്റ്ററിൻ്റെ ഈ ഒരു കോടതിയിലൂടെ പോയി അതിനുശേഷം അത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. ഈ നിയമം പഠിക്കണമെന്ന് തോന്നാനുണ്ടായ പ്രചോദനം എന്താണ്? ാണ് നിയമം പഠിക്കണമെന്നും അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആകണമെന്നും ഒക്കെയുള്ള തോന്നലുണ്ടായതും ആ രീതിയിലേക്ക് പോയതും. ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഈ പ്രധാനമായും കുടുംബ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് സഹായം നൽകുന്നു, അതൊക്കെയാണോ എന്ന് തോന്നുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് നമ്മൾക്ക് അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് പോയി വന്നതിന് ശേഷം ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടിയിരിക്കും. ഇപ്പോൾ സിസ്റ്റർ ശോഭയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സിസ്റ്റർ ശോഭ, ഒരു ഓൾഡ് ഏജ് ഹോം നടത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് പേർ മക്കളുണ്ടെങ്കിൽ പോലും ഉപേക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആരുമില്ലാത്തവരായി മാറുന്നു. അങ്ങനെയൊക്കെയുള്ള അതിൽ തന്നെ മാനസികാസ്വാസ്ഥ്യമുള്ളവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം നോക്കുക എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായും വലിയൊരു സഹായം വേണം, അവിടെ പരിപാലിക്കാനുള്ള ആളുകൾ വേണം, ഇതിന് ധനസഹായത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത്തരം സഹായവും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? തീർച്ചയായിട്ടും ആൾക്കൂട്ടത്തിൽ തനിയെ അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുന്ന ഒരു പ്രത്യേക സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. ആൾക്കാർ ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ച് വളർത്തിയ മക്കൾ, ഒറ്റയ്ക്കാകുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും അവരുടേതായ ജീവിത വ്യഗ്രതകൾ മൂലം ഒറ്റപ്പെടുന്നു. പിന്നെ മാനസിക അസ്വാസ്ഥ്യം അങ്ങനെയുള്ളപ്പോൾ സ്വഭവനത്തിൽ അവർക്ക് ഇടമില്ലാതാകുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും തെരുവുകളിലോട്ട് ഇറക്കി വിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അഡ്രസ്സ് മാറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് സംഭവിക്കുക. അങ്ങനെയുള്ള മക്കൾ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കോഴിക്കോട് പ്രദേശത്ത് നിന്നുള്ള ഒത്തിരിയേറെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടെ തന്നെ ഞങ്ങൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരിയേറെ വ്യക്തികൾ ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവരെ ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്നുള്ള ആ ചിന്തയിൽ നിന്ന് ഇവരെ വിമുക്തരാക്കാൻ, ശരിക്കും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അതുതന്നെയാണല്ലോ, ക്രിസ്തുമസ്. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, അതായത് ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഇമ്മാനുവലായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ചിന്ത. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് അത് മറ്റുള്ളവരിൽ കൂടിയാണ്. നമുക്ക് തന്നെ നമ്മൾ ചിന്തിച്ചറിയാം, നമ്മൾക്ക് രക്ഷ നേടാനും രക്ഷയാകാനും വേണ്ടിയുള്ള ജീവിതമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ രക്ഷകരായി ദൈവം അയക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അവർ പിന്നെ സഹായ സഹകരണങ്ങളായി, അതായത് പിന്നെ ഇവർക്കുള്ള വസ്ത്രങ്ങളായി, ഭക്ഷണമായി, ആശ്വാസമായി, ഇവരെ സന്തോഷിപ്പിക്കുന്ന കലാപരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ നിരവധി വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഒത്തിരിയേറെ കൃതാർത്ഥരാണ്. ഞങ്ങളുടെ ഈ ഭവനത്തിലെ മക്കൾ ഒരു കുറവും അല്ലലും അലച്ചിലും ഉണ്ടാകാതെ ഈ ഭവനത്തിലായിരിക്കുന്നു എന്നുള്ളത് സിസ്റ്ററുടെ മേൽനോട്ടത്തിൽ നടത്തുന്നത്. എല്ലാ ആശംസകളും പകരുന്നു. ഒപ്പം തന്നെ സിസ്റ്റർ വലിയൊരു സന്ദേശം പകർന്നുകൊണ്ട് ഒരു വലിയ മാതൃകയായി ഈ ദിനത്തിൽ 24 സ്ത്രീയിൽ അതിഥിയായെത്തിയതിന് വളരെ നന്ദി. സിസ്റ്റർ ജൂലിയറ്റിലേക്ക് ഒരിക്കൽ കൂടി. സിസ്റ്റർ ജൂലിയറ്റ്, ഇതുപോലെ തന്നെ മാനസികമായി വിഭ്രാന്തി ബാധിച്ചവരെയും ഒക്കെ സംരക്ഷിക്കുകയാണ്. അത് വാടക കെട്ടിടത്തിലൊക്കെയാണ് ആദ്യകാലത്ത് പ്രവർത്തനമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതെങ്കിലും ഒരു സഭയുടെ തണലിലൊന്നുമല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനുള്ള ധനസഹായം? സർക്കാരിൻ്റെ ഒന്നും സഹായമില്ല, വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് വലിയൊരു വെല്ലുവിളിയാണ്. തുടക്കത്തിലൊക്കെ വീടുകളിൽ കയറി ഒരർത്ഥത്തിൽ ഭിക്ഷ തേടിയൊക്കെയാണ് ഇതിനുള്ള പൈസ കണ്ടെത്തിയത് എന്നൊക്കെയാണ് അറിഞ്ഞത്. ഇത് എങ്ങനെയാണ് ഈ മഹത് കാര്യത്തെ എങ്ങനെയാണ് ഇത് ഇത്ര വിജയകരമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നത്? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് ഒരിക്കലും പൈസയിൽ നിന്നല്ല. ഇതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആരോരുമില്ലാത്തവർക്ക്, അഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ അഡ്രസ്സ് അവർക്ക് കൊടുക്കുക. ഒരു വ്യക്തിക്ക് ഒപ്പം നിൽക്കുവാൻ ആളെ കിട്ടാത്ത ഒരു കാലഘട്ടമാണിപ്പോൾ. പണം കിട്ടും, സമ്പത്ത് കിട്ടും, അല്ലെങ്കിൽ പേര് കിട്ടും, പെരുമ കിട്ടും. പക്ഷേ ബുദ്ധിമുട്ടുന്ന ഒരാളുടെ ഒപ്പം കൂടെ ആയിരിക്കുവാൻ, ഏതവസ്ഥയിലും കൂടെ ആയിരിക്കുവാൻ കിട്ടുന്ന ഒരു സാഹചര്യം, ഒരു അവസരമാണ് എൻ്റെ ജീവിതം.
കാരണം അഡ്രസ്സോ പേരോ ഇല്ലാത്ത, ആരോരുമില്ലാത്തവർക്ക് ഒരു അഡ്രസ്സായും എല്ലാം ഒപ്പം നിൽക്കുവാൻ കിട്ടുന്ന ഈ ഒരു അവസരം ദൈവം നൽകിയതാണ്. അപ്പോൾ ഒരിക്കലും സമ്പത്തിലേക്ക് നോക്കിയിട്ടില്ല. പിന്നെ നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ നന്മയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് തിരുവചനം തന്നെ പറയുന്നുണ്ട്, അന്വേഷിക്കുവാൻ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ആ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ അവരോടൊപ്പം ആയിരിക്കുന്നു. സ്വന്തം അനുഭവത്തിൽ നിന്ന് സിസ്റ്റർ ജൂലിയറ്റിന് പറയാനുള്ളത്. എല്ലാ നന്മകളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു തുടർന്നുള്ള പ്രവർത്തനത്തിനും തുടർന്നുള്ള ജീവിതത്തിനും. വളരെ നന്ദി 24 സ്ത്രീയിൽ അതിഥിയായി പങ്കെടുത്തതിന്. സിസ്റ്റർ ജസ്മിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സിസ്റ്റർ ജസ്മി, ഈ ക്രിസ്മസ് ദിനത്തിൽ താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത് എന്താണ്? ഒരു സ്ത്രീ ശാക്തീകരണമാണ് എൻ്റെ എന്നുമുള്ള ലക്ഷ്യം. കണ്ണുകളിൽ നോക്കി സ്ത്രീകളോട് സംസാരിക്കാനാണ് ഞാൻ കേരളത്തിന് അകത്തും പുറത്തും ഉടനീളം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വെച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിന് സംസാരിച്ചിറങ്ങിയപ്പോൾ ഓരോ സ്ത്രീയും എൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, എൻ്റെ ജീവിതം എടുത്താണ് സംസാരിച്ചത്, ഞാൻ ആകെ വളരെ കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ, പക്ഷെ അവർക്ക് ഞാൻ ശക്തി പകർന്നു കൊടുത്തത്. എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, ധൈര്യമില്ലാതെ ഒരു സുഹൃതം ചെയ്യാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല എന്നാണ്. അപ്പോൾ സ്ത്രീകൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ധൈര്യമില്ല, എവിടെ നിന്ന് കിട്ടും? ഞാൻ പറഞ്ഞു, ആ ധൈര്യം ഉള്ളിൽ തന്നെയുണ്ട്. ഓരോ വ്യക്തിയുടെ ഉള്ളിലും ധൈര്യമുണ്ട്. ആ ധൈര്യം പുറത്തേക്ക് എടുക്കുക എന്നതാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ ആ ധൈര്യം പുറത്തേക്ക് എടുത്താൽ തന്നെ ഒരുപാട് നന്മ ചെയ്യാൻ കഴിയും. ഈ ക്രിസ്മസിന് നമ്മൾ പറയുന്നത് 1000 പുൽക്കൂടുകളിൽ ഈശോ ജനിക്കുന്നതിനേക്കാൾ ആവശ്യം ഒരു മനുഷ്യ മനസ്സിൽ ഈശോ ജനിക്കലാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ 10 വർഷത്തിൽ പ്രത്യേകിച്ചും അതിനു മുൻപും കൗൺസിലിംഗ് വഴി, പ്രസംഗങ്ങൾ വഴി എനിക്ക് ഒരുപാട് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത് ഒരു വലിയ കരോൾഗാനമായിരുന്നു. ആ കരോൾഗാനം ദൈവം അവിടെ നിന്ന് പറഞ്ഞയച്ചു, ഇവർക്ക് പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ, ഇവരുടെ മനസ്സറിഞ്ഞിട്ട്. അപ്പോൾ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊരു സന്ദേശം കൂടി ഈ ക്രിസ്മസ് നൽകുന്നുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. അപ്പോൾ ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തെ നയിക്കുകയും നമ്മുടെ ഏക ശക്തിയും ഏക ധൈര്യവും ഏക സുഹൃതവും ആയിത്തീരാൻ ഇടവരട്ടെ എന്നാണ് എൻ്റെ ആശംസ. വളരെ നന്ദി സിസ്റ്റർ ജസ്മി. ഒപ്പം ഈ നമ്മോടൊപ്പം അതിഥിയായി എത്തിയ എല്ലാവർക്കും പേരിപ്പോൾ എടുത്ത് പറയാനുള്ള സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ആ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും വളരെ നന്ദി. സ്വന്തം ജീവിതം കൊണ്ട് അവർ സ്വയം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ അരികു ചേർക്കപ്പെട്ടവർക്കും നിരാലംബരായവർക്കും അശരണരായവർക്കും ഒക്കെ അവർ ഞങ്ങളുണ്ട് നിങ്ങൾക്കായി എന്ന സന്ദേശം നൽകുകയാണ്. അവരുടെ ജീവിതം തന്നെയാണ് അവരുടെ സന്ദേശം. അതിലൂടെ അവർ ഒരുപാട് നന്മ ഇനിയും ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന ആശംസ കൂടി 24 സ്ത്രീ നൽകുകയാണ്. വളരെ നന്ദി ഒരിക്കൽ കൂടി. മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നു. ശബരിമല വിഷയത്തിൽ പോലീസിനെ ന്യായീകരിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിൽ സമാധാനം പുലരാനാണ് പോലീസും സർക്കാരും ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ അനുവദിക്കില്ലെന്നും കടകംപള്ളി പറഞ്ഞു. അതേസമയം പോലീസ് സുരക്ഷയൊരുക്കാത്തതിനാൽ യുവതികൾ നിരാഹാരം തുടങ്ങിയെന്ന വാർത്തയോട് നിരാഹാരം അനുഷ്ഠിക്കാൻ അവർക്ക് അവകാശമുണ്ടോ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിരാഹാരം തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്താൻ അതിൻ്റെ ഭാഗമായിട്ട് നിരാഹാരം കിടക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ശബരിമലയിൽ സംഭവിക്കുന്ന കാര്യം അവിടെ എത്തിച്ചേരുന്നതായിട്ടുള്ള ഭക്തലക്ഷങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാനായിട്ട് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇല്ലില്ല, ഗവൺമെൻറ് അങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഗവൺമെൻറ് അങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെയാണ് പറയാനുള്ളത്. ശബരിമല ഒരു സംഘർഷഭൂമിയാകാൻ വേണ്ടി പാടില്ല. അവിടെ നിഷ്കളങ്കരായിട്ടുള്ള ഭക്തലക്ഷങ്ങളാണ് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്കൊരു പ്രയാസം ഉണ്ടാകാൻ നമുക്ക് ഒരു ഇടം കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല.
അതേസമയം ദർശനത്തിൽ നിന്ന് പിന്മാറാൻ പോലീസ് നിർബന്ധിക്കുന്നുവെന്ന് ബിന്ദുവും കനകദുർഗയും പ്രതികരിച്ചു. സുരക്ഷയൊരുക്കാത്ത പോലീസ് നടപടിക്കെതിരെ യുവതികൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺകുമാർ ഉണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവർ പോലീസിന്റെ നടപടികളോട് പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്നത് എന്താണ്? അവരിപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലെ ശബരിമല സ്പെഷ്യൽ വനിതാ വാർഡിൽ കഴിയുകയാണ്. അവർ ഏറ്റവും ഒടുവിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവർ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. ശബരിമലയിലേക്ക് പോകാനുള്ള സംരക്ഷണം പോലീസ് നൽകുന്നില്ല, പോലീസിന് തങ്ങളെ തടങ്കലിലാക്കിയിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് യുവതികൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് നിലവിലുള്ള പത്തനംതിട്ടയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പത്തനംതിട്ട എസ് പി ഇത്തരമൊരു കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത്. അത് ഇവരുടെ മനുഷ്യാവകാശം ലംഘിക്കാനല്ല എന്നതാണ് പോലീസിൻ്റെ ഭാഷ്യം. അതായത് ഇപ്പോൾ പമ്പയിലേക്ക് ഈ യുവതികളെ കൊണ്ട് വരിക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. 9 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗതാഗത തിരക്കുണ്ട്, ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. സന്നിധാനമൊട്ടാകെ, പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്തുമസ് ആണ്, നാളെ കഴിഞ്ഞാൽ മണ്ഡലപൂജയോടുകൂടി നടയടയ്ക്കണം. അതോടുകൂടി ഭക്തജന തിരക്ക് തീവ്രമായ സാഹചര്യത്തിൽ പോലീസിന് അങ്ങനൊരു നടപടി ഉടൻ കൈക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു ഡിമാൻഡ്, അതായത് നിങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുക, തിരക്കുകൾ ഒഴിവായതിനു ശേഷം ശബരിമലയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഞങ്ങൾ സംരക്ഷണം നൽകാം എന്ന രീതിയിലുള്ള അനുനയ ശ്രമങ്ങൾക്ക് ഈ യുവതികൾ വഴിപ്പെട്ടിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യുവതികൾ ഇപ്പോൾ കോട്ടയത്ത് വാർഡിൽ തന്നെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ്. ഈ വിവരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വേദിയിലെത്തിയ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയോട് ചോദിച്ചിരുന്നു. മന്ത്രി അപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് നിരാഹാരത്തിനുള്ള അവകാശമുണ്ട്, പക്ഷേ ഭക്തരുടെ സംരക്ഷണം പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, അത് നിറവേറ്റുക തന്നെ വേണം, ഭക്തർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ബിന്ദുവിനെയും കനകദുർഗയെയും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ കനകദുർഗയെയും അഡ്വക്കേറ്റ് ബിന്ദുവിനെയും പമ്പയിലേക്ക് കൊണ്ടുപോവുക അസാധ്യമായിരിക്കെ എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിലൊരു ആശയവ്യക്തത ഇനിയും വരാനുണ്ട്. നിലവിൽ പോലീസ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും എന്ന് ആരോപിച്ചാണ് ബിന്ദുവും കനകദുർഗയും ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് നടപടിക്കെതിരെയാണ് യുവതികളുടെ നിരാഹാര സമരം. എന്നാൽ നിരാഹാര സമരം നടത്താൻ അവർക്ക് എല്ലാ അവകാശവുമുണ്ട് എന്നതാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ഇന്നത്തെ 24 സ്ത്രീ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം. You are watching 24 from News Headquarters.